മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഇക്കുറിയും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നതിൽ മുസ്ലിം ലീഗിന് മുറിവായി. സ്ഥാനാർത്ഥികളെ വെച്ചുമാറിയതിൽ വലിയ ചർച്ച വേണ്ട എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ആവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം ഇക്കുറിയും നടപ്പായില്ല. രാജ്യസഭാ സീറ്റു നൽകാമെന്ന കോൺഗ്രസ് പിടിവാശിക്ക് ലീഗ് വഴങ്ങി. പരമ്പരാഗത സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ വെച്ചുമാറേണ്ടിയും വന്നു ലീഗിന്. ലീഗിന്റെ പൊന്നാപുരം കോട്ടയെന്നറിയപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കുറയുന്നതാണ് സ്ഥാനാർത്ഥി മാറ്റത്തിന് ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവ് KS ഹംസ ഇടതു സ്ഥാനാർത്ഥിയായതും കണക്കിലെടുത്തു. സമസ്തയുമായും ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായും അടുത്ത ബന്ധമാണ് KS ഹംസയ്ക്ക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ 1,81,569 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന് ലഭിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ഭൂരിപക്ഷം 10,000-നു താഴെയായി. 7-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളും LDFിനൊപ്പം നിന്നു. താനൂരും തൃത്താലയും മന്ത്രിമണ്ഡലങ്ങളുമായി. മലപ്പുറത്തും സ്ഥിതി ഭിന്നമായിരുന്നില്ല. 2019-ൽ PK കുഞ്ഞാലിക്കുട്ടി 2,60,153 വോട്ടിന് ജയിച്ച മലപ്പുറത്ത് 2021-ൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ലീഗ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 1,14,615 വോട്ടായി ഇടിഞ്ഞു. ലീഗിന് 1.5 ലക്ഷത്തോളം വോട്ട് കുറഞ്ഞപ്പോൾ LDFിന് 93,913 വോട്ട് കൂടി. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി മാറ്റം. പക്ഷേ ലീഗ് നേതൃത്വം ഇത് പരസ്യമായി സമ്മതിക്കാൻ തയ്യാറല്ല. പൊളിറ്റിക്കൽ ഡെസ്ക് 24.